ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് കടക്കുകയാണ്. വിച്ച് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നും അത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുമാണ് നമ്മൾ ഇനിയുള്ള 2 ചാപ്റ്ററുകളിലായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 1 എന്നും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 എന്നുമുള്ള 2 ചാപ്റ്ററുകളായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കും. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഫൈൻ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ താഴെ കാണിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് എന്താണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിനെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാറുണ്ട്, എന്നുകൂടി പറയാറുണ്ട്. രണ്ടാമത്തത് ബാലൻസ് ഷീറ്റ്. അതിനെ നമ്മൾ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുകൂടി പറയാറുണ്ട്. അപ്പോൾ സാധാരണ ഒരു സ്ഥാപനം ഈ 2 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് തയ്യാറാക്കാറുള്ളത്. എ ഫേം യൂഷ്വലി പ്രിപ്പയർസ് ദ ഫോളോയിങ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ആദ്യത്തേത്, രണ്ടാമത്തത് ബാലൻസ് ഷീറ്റുമാണ്. ഓക്കെ, ഇനി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനാണ് തയ്യാറാക്കുന്നത്? ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം വരുമാനം എത്രയുണ്ടെന്ന് കാണാനുള്ള അക്കൗണ്ട്. രണ്ടാമത്തത് ബാലൻസ് ഷീറ്റാണ്. അത് സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടി തയ്യാറാക്കുന്നതാണ്. അതിനെന്താ പറയുന്നത്? പൊസിഷൻ, സ്ഥിതി അറിയാൻ അല്ലേ, എന്താണ് സ്ഥാപനത്തിൻ്റെ ഇപ്പോഴുള്ള സ്ഥിതി അറിയാനുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് കൂടി പറയുന്നു. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ആദ്യത്തേത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് അക്കൗണ്ടാണ്. അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് ജേണൽ എൻട്രി പാസ് ചെയ്തിട്ടാണ് നമ്മൾ ആ അക്കൗണ്ട് തയ്യാറാക്കുക. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട് അല്ല, സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോർമാറ്റിൽ എഴുതി തയ്യാറാക്കുന്നതാണ് എന്ത്, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ എന്ത് പാസ് ചെയ്യില്ല? ജേണൽ എൻട്രി പാസ് ചെയ്യില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഓക്കെ, ഫൈൻ. ഇനി ഇത് രണ്ടും തയ്യാറാക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനാണ് തയ്യാറാക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ അല്ലേ. അതിനെ നമുക്ക് അവരുടെ പ്രകടനം, സാമ്പത്തിക പ്രകടനം, ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് അല്ലേ. ഫിനാൻഷ്യൽ പെർഫോമൻസ്, സാമ്പത്തിക പ്രകടനം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭമാണോ നഷ്ടമാണോ അല്ലേ. ലാഭമാണെങ്കിൽ പറയും നമ്മൾ സാമ്പത്തിക പ്രകടനം മെച്ചമാണെന്ന് പറയും, നഷ്ടമാണെങ്കിൽ പറയും സാമ്പത്തിക പ്രകടനം മോശമാണെന്ന് അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം ഇതാണ്. രണ്ടാമത് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ, സാമ്പത്തിക സ്ഥിതി അറിയാൻ. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നതിൻ്റെ 2 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ടു പ്രസൻറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ്. ടു പ്രസൻറ്റ് ചെയ്യുന്നത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ചിത്രം എന്നാണ് അർത്ഥം. ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ചിത്രം. എന്തിൻ്റെ യഥാർത്ഥ ചിത്രം? ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ്, സാമ്പത്തിക പ്രകടനത്തിൻ്റെ യഥാർത്ഥ ചിത്രം പ്രസൻറ്റ് ചെയ്യുക, കാണിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം അല്ലേ. അതിനായിട്ട് നമ്മൾ എന്താ തയ്യാറാക്കുക? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുക അല്ലേ. ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? പ്രോഫിറ്റ് ഓർ ലോസ് എന്നാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? ടു പ്രസൻറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. എന്ത് പ്രസൻറ്റ് ചെയ്യുക? യഥാർത്ഥ ചിത്രം. എന്തിൻ്റെ? സാമ്പത്തിക സ്ഥിതി. സാമ്പത്തിക സ്ഥിതി എങ്ങനെ നമ്മൾ ഒരാൾക്ക് കാണിച്ചു കൊടുക്കുക? അയാളുടെ കയ്യിൽ എത്ര സ്വത്തുണ്ട്, അയാൾക്ക് എത്ര ബാധ്യതയുണ്ട്, ഇതാണ് സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ സാമ്പത്തിക സ്ഥിതി കാണിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കുക എന്താണ്? ബാലൻസ് ഷീറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇത് 2ആണെന്നും
ഇത് രണ്ടും തയ്യാറാക്കുന്നത് എന്ത് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റീവ്സ് മുന്നിൽ കണ്ടുകൊണ്ടാണ്? ആദ്യത്തേത് ടു പ്രസൻറ്റ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ്, സാമ്പത്തിക പ്രകടനത്തിൻ്റെ യഥാർത്ഥ ചിത്രം കാണിക്കാനും, അതുപോലെ തന്നെ ടു പ്രസൻറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതിയുടെ യഥാർത്ഥ ചിത്രം കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഫൈൻ. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അടിസ്ഥാന കാര്യം കൂടിയുണ്ട്. അത് ഞാനിവിടെ വളരെ ചുരുക്കി നിങ്ങളോടൊന്ന് പറയുകയാണ്. മൊത്തം ഐറ്റത്തെ നമ്മൾ റവന്യൂ ഐറ്റംസ് എന്നും ക്യാപിറ്റൽ ഐറ്റംസും എന്നും ആയിട്ട് നമുക്ക് തരംതിരിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിൽ റവന്യൂ ഐറ്റത്തിൽ റവന്യൂ എക്സ്പെൻഡിച്ചറുണ്ട്, അതുപോലെ തന്നെ റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട് അല്ലേ. റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളൊന്നും നിങ്ങൾ പുസ്തകത്തിൽ ഇവിടെ മറിച്ച് നോക്കുക. ഓക്കെ, ഇവിടെ ഞാൻ കൂടുതലായിട്ട് വിശകലനം ചെയ്യുന്നില്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്സ്പെൻസുകളെയാണ് അല്ലേ. എന്താ അതിൻ്റെ പ്രത്യേകത? നമ്മുടെ ക്യാഷ് ചിലവാകും, പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിൽ താഴെ ആയിരിക്കും അല്ലേ. നമ്മൾ റെൻറ്റ് കൊടുക്കുക, സാലറി കൊടുക്കുക. നമ്മൾ റെൻറ്റ് കൊടുക്കുമ്പോൾ ഒരു മാസമാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുക അല്ലേ. സാലറി കൊടുക്കുമ്പോൾ ഒരു മാസമാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വർഷത്തിൽ താഴെ ബെനിഫിറ്റുള്ള കാര്യത്തേക്ക് നമ്മൾ ക്യാഷ് ചിലവാക്കുമ്പോൾ അതെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അതിനെ നമ്മൾ എന്താ പറയുക? എക്സ്പെൻസസ് എന്ന് പറയും അല്ലേ. ഒരുപാട് എക്സ്പെൻസുകളുടെ ഉദാഹരണം നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. ഓക്കെ, ഇനി റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട് അല്ലേ. അങ്ങോട്ട് ചിലവാകുന്നത് കൂടാതെ ഇങ്ങോട്ട് കിട്ടുന്നതുമുണ്ട്. റവന്യൂ റെസിപ്റ്റ്സിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയാം. അപ്പോൾ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടുകയാണ് അല്ലേ. ഇങ്ങോട്ട് ക്യാഷ് കിട്ടുമ്പോൾ അതിനെ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തരംതിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇങ്ങോട്ട് ക്യാഷ് കിട്ടുകയും അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയില്ലെങ്കിൽ അത് റവന്യൂ റെസിപ്റ്റാണ്. നമുക്ക് ക്യാഷ് ലഭിച്ചു, ക്യാഷ് കിട്ടി, അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എങ്കിൽ അത് റവന്യൂ റെസിപ്റ്റാണ്, ഇൻകമാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ സെയിൽസ് നടത്തി, കച്ചവടം നടത്തി, ക്യാഷ് ലഭിച്ചു അല്ലേ. അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ടോ? ഇല്ല. നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി, ഇങ്ങോട്ട് ക്യാഷ് കിട്ടി, അതാണ് തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. കമ്മീഷൻ കിട്ടി, ഇങ്ങോട്ട് ക്യാഷ് കിട്ടി, അതാണ് തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. ഇത്തരത്തിലുള്ള റെസിപ്റ്റുകളെയാണ്, അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയില്ലാത്ത, ഒബ്ലിഗേഷൻ ഇല്ലാത്ത റെസിപ്റ്റുകളെയാണ് നമ്മളെന്ത് പറയുന്നത്? റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. അതാണെന്ത്? ഇൻകം. ഓക്കെ, അപ്പോൾ റവന്യൂ ഐറ്റംസ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, അത് എക്സ്പെൻസാണ്. റവന്യൂ റെസിപ്റ്റ്സ് ഉണ്ട്, അത് ഇൻകമാണ്. ഓക്കെ, ഇത് രണ്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസിപ്റ്റ്സും, അല്ലെങ്കിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് വേറെ രൂപത്തിൽ പറയാം, എക്സ്പെൻസുകളും ഇൻകവുമാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഇത് മനസ്സിലാക്കി വെക്കുക. ഇതെന്താണെന്ന് നിങ്ങൾ നോട്ടിൽ നിങ്ങളുടെ ഭാഷയിൽ കുറിച്ച് വെക്കുകയും ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തത് ക്യാപിറ്റൽ ഐറ്റംസും ഉണ്ട് അല്ലേ. റവന്യൂ ഐറ്റംസ് കൂടാതെ എന്തുകൂടിയുണ്ട്? ക്യാപിറ്റൽ ഐറ്റംസും ഉണ്ട്. അതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റുകൾ വാങ്ങാനായിട്ട് ചിലവാക്കുന്ന തുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ബെനിഫിറ്റ് ഒരുപാട് കാലം കിട്ടും. അതായത് ഫർണിച്ചർ, മെഷീനറി ഒക്കെ മേടിക്കാനായിട്ട് നമ്മൾ ക്യാഷ് ചിലവാക്കിയാൽ അതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, അത് എക്സ്പെൻസ് അല്ല. കാരണം എന്താ? ഒരു ഫർണിച്ചർ മേടിച്ചാൽ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം. ഒരു മെഷീനറി, ഒരു മോട്ടോർ വെഹിക്കിൾ, ഇതെല്ലാം മേടിച്ച് ഒരുപാട് കാലം ഉപയോഗിച്ചൂടെ? ഓക്കെ, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, ചിലവ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട് അല്ലേ. എന്താ അതിൻ്റെ പ്രത്യേകത? നേരത്തെ റവന്യൂ റെസിപ്റ്റ്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ക്യാഷ് കിട്ടുകയും അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇല്ലെങ്കിൽ അത് ഇൻകമാണ് അല്ലേ. ഇനി ക്യാഷ് നമുക്ക് ലഭിക്കുകയാണ്, പക്ഷെ അത് തിരിച്ചു കൊടുക്കണമെങ്കിലോ? അപ്പോൾ അതെന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റാണ്. തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയുള്ള റെസിപ്റ്റുകളെ നമ്മളെന്ത് പറയുന്നു? ക്യാപിറ്റൽ റെസിപ്റ്റാണ് എന്ന് പറയുന്നു. ഓക്കെ, ഉദാഹരണമായിട്ട് ക്യാപിറ്റൽ, ഓണർ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരുന്നതിനാണ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇത് ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടാണ്, ശരിയല്ലേ? നമ്മൾ ലോൺ എടുക്കുകയാണ്, ലോൺ എടുക്കുമ്പോൾ നമുക്ക് ക്യാഷ് ലഭിക്കുന്നുണ്ട്, പക്ഷേ ഈ ക്യാഷ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ തിരിച്ചു കൊടുക്കേണ്ട റെസിപ്റ്റുകളെ നമ്മളെന്ത് പറയുന്നു? ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്നും പറയുന്നു. ഈ ക്യാപിറ്റൽ ഐറ്റംസ് ഉപയോഗിച്ചിട്ട് കൊണ്ടാണ്, അതായത് ഈ അസറ്റുകളും ക്യാപിറ്റലും ലോൺ ലയബിലിറ്റികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് എന്നുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങൾ നോട്ടിൽ കുറിച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ആദ്യത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള
ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് സാവധാനം പോകാം. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന്, എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് എന്നും അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്നും, അതുപോലെ തന്നെ എന്താണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ്, മൊത്ത ലാഭം അല്ലെങ്കിൽ നഷ്ടം, അതെന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കച്ചവട ലാഭം അല്ലെങ്കിൽ നഷ്ടം, കച്ചവടത്തിൽ നിന്ന് മാത്രമുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടം. ഓക്കെ, അതായത് എന്താണ് കച്ചവടം എന്ന് പറഞ്ഞാൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക അല്ലേ. ഗുഡ്സ്, സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ഈ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നതായിരിക്കാം. ഓക്കെ, എങ്ങനെയായാലും ഈ ഒരു പ്രവർത്തനത്തിലൂടെ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് കാണാനായിട്ടുള്ള ഫോർമുല എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേ. നിങ്ങൾ എത്ര രൂപക്ക് സാധനം മേടിച്ചു, എത്ര രൂപയുടെ സാധനം, എത്ര രൂപക്ക് ആ സാധനം വിറ്റു അല്ലേ. ഓക്കെ, വിൽക്കുന്നതിനെ നമ്മൾ സെയിൽസ് എന്ന് പറയുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ സെയിൽസ് എന്ന് നമ്മുടെ വിറ്റ സാധനങ്ങളുടെ വില അതെത്രയാണോ അത് മൈനസ് ചെയ്താൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ലഭിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു 35 രൂപ വിലയുള്ള ഒരു സാധനം വാങ്ങി. ഓക്കെ, എന്നിട്ടത് 50 രൂപക്ക് വിറ്റു എന്ന് കരുതാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സെയിൽസ്, വിൽപ്പന വില എന്ന് പറയുന്നത് 50 രൂപയാണ്. നിങ്ങളുടെ വിറ്റ സാധനങ്ങളുടെ കോസ്റ്റോ 35 രൂപയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ 50 രൂപയിൽ നിന്ന്, അതായത് സെയിൽസ് നിന്ന് വിറ്റ സാധനങ്ങളുടെ വില കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? ഗ്രോസ് പ്രോഫിറ്റ് ലഭിക്കുകയാണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. പുതിയൊരു ഫോർമുല നിങ്ങളിവിടെ പഠിക്കുകയാണ്. എന്താണിത്? ഗ്രോസ് പ്രോഫിറ്റ്, മൊത്ത ലാഭം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നെറ്റ് സെയിൽസ്. ഇതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. സെയിൽസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. നെറ്റ് സെയിൽസ്, യഥാർത്ഥ സെയിൽ. ഇപ്പം അങ്ങനെ മനസ്സിലാക്കുക. അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ സാധനങ്ങളുടെ വില. നിങ്ങളൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് മേടിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നേരത്തെ 35 രൂപയുടെ സാധനം 50 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, നിങ്ങൾ 50 രൂപയ്ക്ക് വിറ്റ ആ സാധനങ്ങളുടെ നിങ്ങളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 35 രൂപയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? ഗ്രോസ് പ്രോഫിറ്റ് ലഭിക്കുന്നു. കച്ചവട ലാഭം അല്ലേ, കച്ചവടം ചെയ്തിട്ടുള്ള ലാഭം. ഓക്കെ, ഇനി നമുക്ക് നെറ്റ് സെയിൽസ് എന്താണെന്ന് മനസ്സിലാക്കണം അല്ലേ. എന്തിനാണ് നെറ്റ് സെയിൽസ്, യഥാർത്ഥ സെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നെറ്റ് സെയിൽ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ കണക്കുകൾ എഴുതുമ്പോൾ ഒരു വർഷത്തെ കണക്കുകളാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഒരു വർഷത്തെ മുഴുവൻ സെയിലും നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺസ്. എന്താ സെയിൽസ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ? വാങ്ങിയ സാധനങ്ങൾ കസ്റ്റമർ മടക്കി തന്നാൽ അതിനെയാണ് എന്ത് പറയാം? സെയിൽസ് റിട്ടേൺ എന്ന് പറയാം. അതും നമ്മളൊരു വേറൊരു അക്കൗണ്ടിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ യഥാർത്ഥ സെയിൽ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുള്ളൂ? സെയിൽസ് നിന്ന്, മൊത്തം സെയിൽസ് നിന്ന് സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ 1,00,000 രൂപയുടെ കച്ചവടം നടത്തി, അതിൽ നിന്നും 10,000 രൂപ റിട്ടേൺസ് ആയിട്ട് വന്നു എന്ന് പറയുമ്പോൾ 10,000 രൂപയുടെ സാധനം, വിറ്റ സാധനങ്ങൾ മടങ്ങി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ സെയിൽ എത്രയേ ഉള്ളൂ? 1,00,000 10,000 കുറച്ചാൽ 90,000 ഉള്ളൂ. അതിനെയാണ് എന്ത് പറയാം? നെറ്റ് സെയിൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നെറ്റ് സെയിൽ എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് ഇല്ലെങ്കിൽ സെയിൽസ് തന്നെയാണ് നെറ്റ് സെയിൽസും അല്ലേ. പക്ഷേ സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് കുറച്ച് ബാക്കി എമൗണ്ടാണ് എന്ത്? നെറ്റ് സെയിൽസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കാണാമെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ വളരെ എളുപ്പമാണ്, കാരണം അതിലൊരു സാധനം മാത്രമേ മേടിച്ചിട്ടുള്ളൂ അല്ലേ. പക്ഷേ ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു വർഷത്തെ കണക്കുണ്ട് അല്ലേ. ഈ ഒരു വർഷത്തെ കണക്കിൽ നിങ്ങൾ ആ വർഷം ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും, ശരിയല്ലേ. അതുപോലെ തന്നെ ചിലപ്പോൾ വർഷത്തിൽ തുടക്കത്തിൽ കഴിഞ്ഞ വർഷം ബാക്കിയുണ്ടായിരുന്ന കുറേ സ്റ്റോക്ക് ഉണ്ടാവാം
അതുപോലെ ഈ വർഷം അവസാനിക്കുന്ന സമയത്ത് വിൽക്കാതെ കിടക്കുന്ന സ്റ്റോക്ക് ഉണ്ടാവാം അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സാധനം കൊണ്ടുവരാനായിട്ടും ഈ സാധനം ചിലപ്പോൾ അതിൽ ചില അസംബിൾ ചെയ്യാനും മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് ലോഡിങ്ങിനും അൺലോഡിങ്ങിനൊക്കെ ആയിട്ട് നിങ്ങൾ കൂലിയൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് വേണം നിങ്ങളെ വിറ്റ സാധനങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര ചിലവായി, അതിൻ്റെ നിങ്ങളുടെ കോസ്റ്റ് എത്രയാണെന്ന് കാണാൻ. അത് കാണാനായിട്ടുള്ളൊരു ഫോർമുലയുണ്ട്, ശ്രദ്ധിക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഫോർമുല പഠിക്കാൻ എളുപ്പമാണ്. ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും നെറ്റ് പർച്ചേസസും ഡയറക്റ്റ് എക്സ്പെൻസും അത് മൂന്നും കൂട്ടുക, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഓക്കെ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണണമെങ്കിൽ നെറ്റ് സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നെറ്റ് സെയിൽ കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം സെയിൽ എടുക്കും, എന്നിട്ട് സെയിൽസ് റിട്ടേൺ ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് തന്നെയാണ് നെറ്റ് സെയിൽസ് അല്ലേ. പിന്നീട് നിങ്ങൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനായിട്ട് നിങ്ങൾക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന ഫോർമുല നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ ഓരോ ഐറ്റവും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്? സ്റ്റോക്ക് വിൽക്കാതെ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അല്ലേ. ഓക്കെ. ഞാൻ പറഞ്ഞു നമ്മളൊരു വർഷത്തെ കണക്കാണ്, അതിൻ്റെ ലാഭവും നഷ്ടമൊക്കെ കണ്ടെത്താൻ പോവുകയാണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു സ്റ്റോക്ക് ഉണ്ടാവും. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ വിൽക്കാതെ കിടക്കുന്ന സാധനങ്ങളല്ലേ. നിങ്ങൾ സ്ഥിരമായിട്ട് ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നിങ്ങൾ ഈ വർഷം തുടങ്ങുന്ന സമയത്ത് നിങ്ങളെ സ്റ്റോക്ക് സീറോ ആയിരിക്കില്ല അല്ലേ. കടയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവില്ലേ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ വർഷത്തെ കണക്ക് തുടങ്ങുന്ന സമയത്ത് തുടക്കത്തിൽ, അതാണ് ഓപ്പണിംഗ് എന്ന് പറയും, തുടക്കത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക്. ഓക്കെ. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. അപ്പോൾ നിങ്ങളുടെ ഒരു വർഷം എന്ന് പറയുന്നത് ജാനുവരി 1 തീയതി മുതൽ ഡിസംബർ 30 വരെയാണെങ്കിൽ ജാനുവരി 1 നിങ്ങളെ കയ്യിലുള്ള സ്റ്റോക്ക് അതിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓക്കെ. ഇനി രണ്ടാമത്തത് നെറ്റ് പർച്ചേസസ് ആണ്. എന്താ നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ? പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം അല്ലേ. സാധനങ്ങൾ വാങ്ങുമ്പോൾ വാങ്ങിയ തുകയാണ് നമ്മൾ പർച്ചേസസ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. ഈ ടൈമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതാണ്. ഗുഡ്സ് മേടിച്ചത് മാത്രമേ നമ്മൾ പർച്ചേസസ് എന്ന് പറയുന്നുള്ളൂ, അതെല്ലാം നമ്മൾ പർച്ചേസസ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഓക്കെ. അത് നെറ്റ് പർച്ചേസ് എടുക്കുക. നേരത്തെ പറഞ്ഞ് നെറ്റ് സെയിൽസ് എന്നല്ലേ, അതുപോലെ തന്നെ ഇവിടെയും നെറ്റ് പർച്ചേസസ്. എന്താ നെറ്റ് പർച്ചേസസ് എന്ന് പറഞ്ഞാൽ? പർച്ചേസസ് നിന്ന് പർച്ചേസ് റിട്ടേൺസ് മൈനസ് ചെയ്യാം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് തന്നെയാണ് നെറ്റ് പർച്ചേസ് അല്ലേ. ഓക്കെ. ദെൻ അതിനോടുകൂടി വീണ്ടും എന്തുകൂടി ആഡ് ചെയ്യണം? ഡയറക്റ്റ് എക്സ്പെൻസസ്, നേരിട്ടുള്ള ചിലവുകൾ. അപ്പോൾ നമ്മൾ ഈ എക്സ്പെൻസുകളെ നമ്മൾ 2 വിഭാഗമായിട്ട് ഇവിടെ തരംതിരിക്കാൻ പോവുകയാണ്. ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും. ഓക്കെ. നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങൾ നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളെ സ്റ്റോറിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ചിലവുകൾ, അതല്ലെങ്കിൽ നിങ്ങളൊരു ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചിലവുകൾ അല്ലേ. ഓക്കെ. അപ്പോൾ അത് സാധാരണ ഉണ്ടാവാറ് സാധനങ്ങൾ ഇറക്കാനൊക്കെ ആയിട്ട് കൂലി കൊടുക്കും, വേജസ് കൊടുക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ മാനുഫാക്ചറൊക്കെ ചെയ്യാനായിട്ട് തൊഴിലാളികൾ കൊടുക്കുന്ന വേജസ്, അതുപോലെ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് വണ്ടിക്കൂലി, അതിന് നമ്മൾ കാരിയേജ് ഇൻവേർഡ് എന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻവേർഡ് എന്ന് പറയും. ഇത്തരത്തിലുള്ള ഡയറക്റ്റ് എക്സ്പെൻസ്. അതല്ല നിങ്ങൾ ഒരു മാനുഫാക്ചറിങ് സ്ഥാപനമാണെങ്കിൽ, നിങ്ങൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന സ്ഥാപനമാണെങ്കിൽ ആ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും അല്ലേ. ഫാക്ടറിയിൽ വെച്ചിട്ടാണ് സാധനം ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. ആ ഫാക്ടറിയുടെ ലെൻഡ്, ഗ്യാസ്, ലൈറ്റ്, ഫ്യൂവല്, അങ്ങനെയുള്ള ഫാക്ടറിയുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും. ഓക്കെ. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നീട് അവസാനം എന്താണ്? മൈനസ് ചെയ്യേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഓക്കെ. ഇപ്പോൾ ആ വർഷം അവസാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ സ്റ്റോക്കും നിങ്ങൾ വിറ്റിട്ടില്ല അല്ലേ. 31 ഡിസംബർ വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, വിൽക്കാതെ കിടക്കുന്ന സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. അതിൻ്റെ കോസ്റ്റും കൂടി നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് വർഷത്തിൻ്റെ അവസാനമുള്ള സ്റ്റോക്കാണ്. ഓക്കെ. അപ്പോൾ ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു കണക്കാണെങ്കിൽ ജാനുവരി 1 തീയതി നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കിനെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നും, ഡിസംബർ 31 തീയതി നിങ്ങളുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടോ അതിനെ നമ്മളെന്ത് പറയുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് എന്നും പറയുന്നു. ഓക്കെ. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് പറഞ്ഞത്? കാരേജ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻവേർഡ്. ഇവിടെ ശ്രദ്ധിക്കുക,
കാരേജ് ഫ്രൈറ്റ് എന്ന് പറയുന്നത് ചരക്ക് കൂലിയാണ്, വണ്ടിക്കൂലിയാണ്. കാരേജ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻവേർഡ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് സാധനം കൊണ്ടുവരാനുള്ള വണ്ടിക്കൂലി അല്ലേ. ഔട്ട്വേഡ് ആകുമ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കില്ല. കാരേജ് ഓർ ഫ്രൈറ്റ് ഔട്ട്വേഡ് ആണെങ്കിൽ അതെന്തല്ല, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. ഇൻവേർഡ് മാത്രമാണെന്ത്, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് വേജസ് ആണ്. വേജസ് എന്ന് പറയുന്നത് കൂലിയാണ് അല്ലേ. ഈ രണ്ട് ഐറ്റം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് രണ്ടുമാണ് സാധാരണയായിട്ട് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഉണ്ടാവുക. അതുകൂടാതെ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട്, ഫാക്ടറി റെൻറ്റ്, ഫാക്ടറി ഫ്യൂവല്, ഫാക്ടറി ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അപൂർവമായിട്ട് ഈ ഐറ്റം വരുള്ളൂ. അങ്ങനെ വരികയാണെങ്കിലും അതും നിങ്ങൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്താൽ മതി. ഒന്ന് കാരേജ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻവേർഡ്, വേജസ്, ദെൻ ഫാക്ടറി റിലേറ്റഡ് എക്സ്പെൻസസ്. ഓക്കെ, അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് നെറ്റ് പർച്ചേസസ് എന്നും കൂടി നമുക്ക് എഴുതാം. എന്താണ് നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്, പർച്ചേസസ് മൈനസ് പർച്ചേസസ് റിട്ടേൺസ് ആണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ അത് വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയതായതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം അത് നോട്ട് ചെയ്ത് മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്, ആദ്യം പറഞ്ഞു ഗ്രോസ് പ്രോഫിറ്റ്, മൊത്ത ലാഭം അല്ലെങ്കിൽ കച്ചവട ലാഭം കാണാനായിട്ട് നമ്മൾ സെയിൽസ് നിന്നും, എന്ത് സെയിൽസ്, നെറ്റ് സെയിൽസ് നിന്നും എന്ത് മൈനസ് ചെയ്യണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യണം. ഓക്കെ, സെയിൽസ് എന്ന് പറയുമ്പോൾ വിൽപ്പന നടത്തിയിട്ട് നിങ്ങൾ കിട്ടിയ തുകയാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ ആ വിറ്റ സാധനങ്ങളുടെ നിങ്ങളുടെ കോസ്റ്റാണ്, നിങ്ങളുടെ വിലയാണ്. നിങ്ങളത് മേടിക്കാനും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാനുണ്ടായ ചിലവാണ്. ഓക്കെ, നെറ്റ് സെയിൽസ് കാണാൻ നമ്മൾ സെയിൽസിന് സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഫോർമുല എന്താണ്, ഇത് കാണാതെ പഠിക്കേണ്ടതാണ്. ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസും, ഇത് 3 കൂട്ടുകയാണ് വേണ്ടത് അല്ലേ. ഇപ്പോൾ നിലവിൽ വർഷത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക്, പിന്നീട് ആ വർഷം മേടിച്ച പർച്ചേസസ്, അതിനോടുകൂടി അത് വാങ്ങാനും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് ആ വർഷാവസാനം എത്ര രൂപയുടെ സ്റ്റോക്കാണോ ബാക്കിയുള്ളത് അത് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, ഫൈൻ. ഇതിൽ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന കാര്യം കൂടി നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ്, കാരേജ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻവേർഡ്, വേജസ് അല്ലെങ്കിൽ ഫാക്ടറി എക്സ്പെൻസസ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചോദ്യം ചെയ്തു നോക്കാം. ഓക്കെ, ഫൈൻ. ഇവിടെ തന്നിട്ടുള്ളത് കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആദ്യം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചോദ്യമാവാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ കൊടുത്തിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ സാധനങ്ങളുടെ വില കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഗ്രോസ് പ്രോഫിറ്റ് കാണാനല്ല പറഞ്ഞിട്ടുള്ളത്, എന്താ പറഞ്ഞിട്ടുള്ളത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനായിട്ട് നിങ്ങളെന്താ ഫോർമുല, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ നമുക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെ വിളിക്കാം, COGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, അതെന്താ ഫോർമുല, ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിനോടുകൂടി നെറ്റ് പർച്ചേസ് അവിടെ നിന്ന് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 45,000 അല്ലേ. പർച്ചേസസ് മാത്രമേ തന്നിട്ടുള്ളൂ, പർച്ചേസ് റിട്ടേൺസ് ഇല്ല. അതുകൊണ്ട് അതിനെ തന്നെ നിങ്ങൾ എന്തായിട്ട് കണക്കാക്കുന്നു, നെറ്റ് പർച്ചേസ് ആയിട്ട് കണക്കാക്കുന്നു അല്ലേ. പിന്നീട് ഡയറക്റ്റ് എക്സ്പെൻസ് അത് നേരിട്ട് തന്നിട്ടുണ്ട് 15,000 രൂപ, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് അത് 65,000 രൂപ അല്ലേ. അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്താൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 45,000, നെറ്റ് പർച്ചേസസ് 2,50,000, അതിനോടുകൂടി ഡയറക്റ്റ് എക്സ്പെൻസ് ഇത് 3 കൂടി ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് 65,000 ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ 3,10,000 ഇത് 3 കൂടി കൂട്ടിയാലുണ്ടാവുക. അതിൽ നിന്ന് 65,000 മൈനസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2,50,000. ഈ 2,50,000 എന്താണ്, നിങ്ങൾ വിറ്റ സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ചിലവായ തുകയാണ് അല്ലേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്, നിങ്ങളുടെ കോസ്റ്റാണ്. ഇത്തരത്തിലുള്ള ചോദ്യം പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് വേറൊരു ചോദ്യത്തിലൂടെ പോവാം വളരെ പെട്ടെന്ന്. അതും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ളൊരു ചോദ്യം തന്നെയാണ്, അത് ശ്രദ്ധിക്കുക. അതിൽ സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്കാണോ ക്ലോസിംഗ് സ്റ്റോക്കാണോ എന്ന് പറഞ്ഞിട്ടില്ല. സ്റ്റോക്ക് ഡേറ്റ് തന്നിട്ടുണ്ട് 1/1/2020 35,000, പർച്ചേസസ് 1,35,000, വേജസ് 15,000, സ്റ്റോക്ക് 31/12/2020 25,000, ദെൻ പർച്ചേസസ് റിട്ടേൺസ് 5,000, കാരേജ് ഇൻവേർഡ്സ് 10,000. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് തയ്യാറാക്കണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണക്കാക്കണം അല്ലേ. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണക്കാക്കണമെങ്കിൽ അതിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം, ഓപ്പണിംഗ് സ്റ്റോക്ക് നെറ്റ് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ്
എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് ഇതിൻ്റെ ഫോർമുല അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഓരോ ഐറ്റവും നിങ്ങൾ കണ്ടെത്തണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ ഏതാണ് നോക്കൂ. ഇവിടെ സ്റ്റോക്ക് 1/1/2020 സ്റ്റോക്ക് 31/12/2020 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. വർഷത്തിൻ്റെ തുടക്കത്തിലുള്ളതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഇതായിരിക്കും 35,000 1/1/2020 നിങ്ങളുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്. 31/12/2020 നിങ്ങളുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ ഫൈൻ. ഇനി നിങ്ങൾക്ക് പർച്ചേസസ് കാണാം അല്ലേ. നെറ്റ് പർച്ചേസസാണ് കാണേണ്ടത്. ഇവിടെ പർച്ചേസസ് 1,35,000 തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കേണ്ടത് പർച്ചേസ് റിട്ടേൺസ് ഉണ്ടോയെന്നാണ് അല്ലേ. പർച്ചേസ് റിട്ടേൺസ് ഇല്ലെങ്കിൽ ഇത് തന്നെയാണ് നിങ്ങളുടെ നെറ്റ് പർച്ചേസ്. പക്ഷേ ഇവിടെ പർച്ചേസ് റിട്ടേൺസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നെറ്റ് പർച്ചേസ് കാണണം. നെറ്റ് പർച്ചേസസ് ഈക്വൽ ടു പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺസ്. അതായത് 1,35,000 പർച്ചേസ് റിട്ടേൺസ് 5,000 കുറച്ചാൽ നിങ്ങൾ കിട്ടുന്ന നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് 1,30,000 അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഐറ്റമായിട്ടുള്ള നെറ്റ് പർച്ചേസ് കണ്ടെത്തി. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ്. ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് നേരിട്ട് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ തന്ന ഐറ്റത്തിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. നിങ്ങൾ പഠിച്ച 2 ഐറ്റം വന്നിട്ടുണ്ട്, വേജസും വന്നിട്ടുണ്ട്, കാരേജ് ഇൻവേർഡ്സും വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നോക്കുക, ഇവിടെ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് സാലറി എന്ന് പറഞ്ഞിട്ട് ഒരു 5,000 കൂടി തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡയറക്റ്റ് എക്സ്പെൻസിൽ ഉൾക്കൊള്ളിക്കാൻ പാടുണ്ടോ? ഇല്ല. നാം പറഞ്ഞ ഐറ്റംസ് മാത്രം, വേജസ്, കാരേജ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻവേർഡ്സ്, അതുപോലെ തന്നെ ഫാക്ടറി റിലേറ്റഡ് എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അതും കാണിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എക്സ്പെൻസ് കാണണം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് വേജസ് ആൻഡ് കാരേജ് ഇൻവേർഡ് 15,000 20,000 കൂട്ടുമ്പോൾ എത്ര കിട്ടി? 25,000. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാ ഐറ്റവും ആയില്ലേ. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും അറിഞ്ഞു. നെറ്റ് പർച്ചേസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. ഡയറക്റ്റ് എക്സ്പെൻസും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ഫോർമുല പ്രകാരമുള്ള ഐറ്റംസ് അവിടെ കാണിച്ചാൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 35,000, നെറ്റ് പർച്ചേസസ് 1,30,000 നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് 25,000 അതും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് 25,000 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് 1,65,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 2 വിശദമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ചോദ്യം ചെയ്യാം. ഓക്കെ ഫൈൻ, ശ്രദ്ധിക്കാം. ഇവിടെ നിങ്ങളോട് ഗ്രോസ് പ്രോഫിറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചോദ്യത്തിൽ നിങ്ങൾക്ക് സെയിൽസും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഐറ്റംസും തന്നിരിക്കണം അല്ലേ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യെസ്, ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുലയാണ് എഴുതേണ്ടത്. എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ആദ്യം നെറ്റ് സെയിൽസ്. ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺസ് ഇല്ല അല്ലേ. സെയിൽസ് റിട്ടേൺസ് ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെയാണ് എന്ത്? നമ്മുടെ നെറ്റ് സെയിൽസ്. സെയിൽസ് റിട്ടേൺസ് തന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് നമ്മൾ നെറ്റ് സെയിൽ കാണണമായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസും കൂടി ആഡ് ചെയ്തിട്ട് അതിന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 1/1/2020 16,000 തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 22,000 അതിലുണ്ട് അല്ലേ. ഓക്കെ, ഇനി പർച്ചേസസ് 1,42,000 തന്നിട്ടുണ്ട്. പർച്ചേസ് റിട്ടേൺസ് ഇല്ലാത്തതുകൊണ്ട് അത് തന്നെയാണ്. അപ്പോൾ അതും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. ഇനി മൂന്നാമത്തത് ഡയറക്റ്റ് എക്സ്പെൻസസ്. നോക്കുക, ഇവിടെ വേജസ്, സാലറി, കാരേജ് ഇൻവേർഡ് 3 ഐറ്റം തന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇതിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയുള്ളൂ? സാലറി ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? അല്ല. ഏത് മാത്രമേ ഉള്ളൂ? വേജസ്, അതുപോലെ തന്നെ കാരേജ് ഇൻവേർഡ്. ഈ 2 ഐറ്റമാണ് സാധാരണ നിങ്ങൾക്ക് 99% ചോദ്യങ്ങളിൽ ഉണ്ടാവുക. ഈ 2 ഐറ്റം നിങ്ങൾ നന്നായിട്ട് പരിചയപ്പെടുക. ഓക്കെ, അപ്പോൾ ഈ 2 ഐറ്റം ഇത് മാത്രമേ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാനത് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ നേരിട്ട് ഫോർമുല അപ്ലൈ ചെയ്യണം. ഞാനിങ്ങനെ ചെയ്തു അല്ലേ. എന്താ ചെയ്തത്? ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ നെറ്റ് പർച്ചേസ് 1,42,000 സെയിൽസ് റിട്ടേൺ ഇല്ല. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് 2 ഐറ്റം ഉണ്ടല്ലേ. അത് രണ്ടും ഞാൻ ഇവിടെ തന്നെ ആഡ് ചെയ്തു, സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തില്ല എന്നുള്ളൂ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് 12,000 എന്ന് പറയുന്നത് വേജസ് ആണ്, 8,000 എന്ന് പറയുന്നത് കാരേജ് ഇൻവേർഡ് ആണ്. സാലറി എടുത്തിട്ടില്ല അല്ലേ. വേറെ ഏതെങ്കിലും എക്സ്പെൻസുകൾ കണ്ടാൽ നിങ്ങൾ എടുക്കാൻ പാടുണ്ടോ? ഇല്ല. ആ കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, ദെൻ അതിൽ നിന്ന് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 22,000 മൈനസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്യുന്ന സമയത്ത് 1,56,000 രൂപ എന്താണിത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് അല്ലേ. ഓക്കെ, നിങ്ങളോട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഗ്രോസ് പ്രോഫിറ്റാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല? നെറ്റ് സെയിൽസിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്
മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഫോർമുല നിങ്ങൾ എഴുതുന്നു. ഗ്രോസ് പ്രോഫിറ്റ് നിങ്ങളുടെ നെറ്റ് സെയിൽ എന്ന് പറയുന്നത് ഈ 2,28,000 അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,56,000 മൈനസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് എത്ര രൂപ കിട്ടി? 72,000 രൂപ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ 3 വ്യത്യസ്ത ചോദ്യങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് കൂടി ഞാൻ ഈ ഭാഗത്ത് തരികയാണ്. ഒരു തവണ പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി നാളെ നിങ്ങളുടെ മീറ്റിംഗ് 11 മണിക്കായിരിക്കും. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ആൻസർ എനിക്ക് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്, പർച്ചേസസ് കൊടുത്തിട്ടുണ്ട്, വേജസ് കൊടുത്തിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ആദ്യം പറയുന്നു അസർട്ടൈൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താൻ പറയുന്നു. അതിന് 2 മാർക്ക്. ദെൻ പിന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു, ഹൗ മച്ച് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് ഇഫ് സെയിൽസ് ഈസ് 37,500. സെയിൽസ് 37,500 ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയെന്നും കൂടി കാണാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതി നിങ്ങൾ അയച്ചു തരാം. ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം ടു സേ ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.